ഞങ്ങൾ മോണോറെയിൽ വഴി പാം ജുമേരയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. പാം ജുമേര വഴി അറ്റ്ലാന്റിസ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്. അത് നമ്മൾ അത് ഐലൻഡിൻ്റെ മേലെ ബിൽഡ് ചെയ്തെടുത്ത ഒരു വലിയൊരു ഹോട്ടലാണ്. ദുബായിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് പാം ജുമേര എന്ന് പറഞ്ഞാൽ. ഈ പാം ജുമേരയിൽ കൂടെയാണ് നമ്മൾ ഈ അറ്റ്ലാന്റിസ് ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മോണോറെയിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു ട്രാക്ക് മാത്രമേ ഉള്ളൂ. ഈ തുറക്കുന്ന ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രെയിൻ പോകാൻ ഒറ്റൊരു ട്രാക്കേ ഉള്ളൂ. അതിലൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. അതാണ് ഈ മോണോറെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നിൽക്കുമ്പം തന്നെ സൂക്ഷിച്ച് നിൽക്കണം. ഈ ഡോറ് തുറന്നാൽ ട്രെയിൻ അവിടെ വന്ന് നിന്ന് കഴിയുമ്പം ഈ തുറക്കുന്നത് ഈ പ്ലാറ്റ്ഫോം ഒന്നുമില്ല, ഈ ഒരു ഡോറാണ് തുറക്കുന്നത്. തുറന്ന് പറയുന്നതുണ്ട്, മൈൻഡ് ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞ് ആരോമാർക്ക് ഇട്ടിട്ടുണ്ട്. അതാണ് ഓപ്പൺ ചെയ്യുന്ന ഡോറ്. അപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കണം നമ്മൾ. അപ്പോൾ ഇതാ മോണോറെയിൽ വന്നു. ഇനി ഇത് തന്നെ വാതിൽ തുറക്കും. മോണോറെയിലിൻ്റെ ഡോർ അവിടെ തുറക്കുമ്പോൾ ഇത് ഉണ്ടാവും, നമ്മൾക്ക് കയറാനുള്ള ആ ഒരു ഡോറ് തുറന്ന് നമ്മളിതായി ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല റഷാണ്, ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. പാം ജുമേരയിൽ കൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഒരുപാട് റിച്ചായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വില്ലകളാണ്. ഇതിപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വില്ലകളാണ് കാണുക. പാം ജുമേരയിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടങ്ങുന്ന പാം ജുമേര. ഇത് കണ്ടോ, ഇതുപോലത്തെ വീടുകളാണ് പാം ജുമേരയിലുള്ളത്. അപ്പോൾ ഞങ്ങളിതാ മോണോറെയിലിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ഇത് കണ്ടോ, എന്തോരം വീടുകളാണ്. അതിൻ്റെ മുന്നിലൊക്കെ ഇഷ്ടംപോലെ കാറുകളും. ഇതിലും മലയാളികളും ഉണ്ടാവും കേട്ടോ ഈ വീടുകളിലൊക്കെ. നിറയെ വീടുകളാണ്. നല്ല ഭംഗിയാണ് വീടൊക്കെ കാണാനും. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം കാഴ്ചയാണ്. ഇതിൻ്റെ അങ്ങേയറ്റത്ത് കടലാന്ന് തോന്നുന്നു. അങ്ങേയറ്റത്ത് കടലാണ്. നമ്മളിപ്പോൾ ചെല്ലുന്ന ആ റിസോർട്ട് ഐലൻഡാക്കി മാറ്റിയിട്ട് അതിൻ്റെ മേലെയാണ് റിസോർട്ട് പണിതേക്കുന്നത്. ലോകത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന റിസോർട്ടുകളിൽ ആദ്യത്തെ റിസോർട്ടെങ്ങാണ്ടാണ് ഈ കടലിൻ്റെ മേലെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന റിസോർട്ടിൽ ഒന്നാന്ന് തോന്നുന്നു ഈ അറ്റ്ലാന്റിസ്. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ കടലിൻ്റെ മേലെ മണ്ണൊക്കെ ഇട്ട് നികത്തി ഒരു സ്ഥലമാക്കി മാറ്റി അതിൻ്റെ മേലെയാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ പണിതേക്കുന്നത്. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. അപ്പോൾ എനിക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിന്നിട്ട് ഇതിൻ്റെ വിൻഡോ ഇങ്ങനെ താഴ്ന്നിട്ടാണ് ഈ മോണോറെയിലിൻ്റെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ എടുക്കുന്നത്. ഇവിടെ വലിയൊരു പാരച്യൂട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗം കഴിഞ്ഞ് നമുക്കിനി ഇറങ്ങാനുള്ള സ്ഥലം എത്തി കേട്ടോ. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് അറ്റ്ലാന്റിസ് ഹോട്ടൽ എന്ന് പറഞ്ഞ വലിയ ഹോട്ടൽ. ഇത് ഐലൻഡാണ്. ഈ ഐലൻഡിലാണ് ഈ ഹോട്ടൽ നിർമ്മിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതാ ട്രെയിൻ ഇറങ്ങി. നമ്മളിനി പോകുന്നത് ഈ അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിലൂടെ നമുക്ക് എൻട്രി ഉണ്ട് കേട്ടോ. ഇതിൽ കൂടെ അങ്ങ് എൻട്രി ചെയ്ത് അങ്ങ് നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ പറ്റും. അതിന് പൈസയോ അങ്ങനെയൊന്നുമില്ല. ഇതിൽ കൂടെ നമുക്ക് അങ്ങ് കയറി ഉള്ളിലേക്ക് പോകാം.
ദുബായിലൊക്കെ ട്രിപ്പിന് പോകുന്നവരെ ഇതുപോലെ ഈ പാം ജുമേര ഒക്കെ കാണാൻ വേണ്ടി പോയാൽ നല്ലതാട്ടോ. കാണാൻ നല്ലതാണ്. വലിയ പൈസയൊന്നുമില്ല. നമ്മൾ മോണോറെയിലിൻ്റെ ക്യാഷ് മാത്രം ചിലവാക്കിയാൽ മതി. വേറെ നമുക്ക് വേറെ ഈ സാധനങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പൈസ എടുക്കുക, അത്രേ ഉള്ളൂ. കാണാനൊക്കെ ആണെങ്കിൽ ആ മോണോറെയിലിൽ നമ്മൾ പോകുന്ന ആ ഒരു പൈസ മാത്രമേ നമുക്കൊരു ചിലവായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.